നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ്, അതിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞത് ഏറ്റവും പ്രധാനം നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ നല്ലൊരു വ്യക്തിയാണ് എന്ന ധാരണ ഉണ്ടാക്കിയെടുക്കുക, ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നാം എത്തിപ്പെടുക എന്നതാണ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് മടിയെ കുറിച്ചാണ്. മടിയുള്ള ഒരു വ്യക്തി ഒരിക്കലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകില്ല. നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ പലരോടും പല കമ്മിറ്റ്മെന്റുകളും നൽകിയിട്ടുണ്ട്, അതെല്ലാം ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയുന്നതുമാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ മനസ്സറിയാതെ പറയും, ഇന്നൊരു മൂഡില്ല, ഇനി നാളെയാവട്ടെ എന്ന്, അല്ല എങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാകട്ടെ എന്ന്. ഇങ്ങനെ ഈ ഒരു മൂഡില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങളെ പിന്നീടേക്ക് മാറ്റിവെക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം നമ്മുടെ ലേസിനെസ് ആണ്, നമ്മുടെ മടിയാണ്. ആ മടിയെ മാറ്റിയെടുക്കുക എന്നതാണ് നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്ന്. നാം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉടനടി ചെയ്യുക. എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് തടസ്സങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രലോഭനങ്ങൾ വന്നാലും, എന്തൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും നാം എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നതും, നാം ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതും നമ്മുടെ ഒരു സ്വഭാവമായി മാറണം. നമ്മൾ ആരോടെങ്കിലും ഇന്നത് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മടി കൂടാതെ, നാളേക്ക് മാറ്റിവെക്കാതെ, അല്ല എങ്കിൽ മറ്റൊരു സമയത്തിലേക്ക് മാറ്റിവെക്കാതെ നമുക്ക് ആ സമയത്തു തന്നെ അത് ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ മടിയെ നാം മാറ്റിയെടുക്കണം. മടി മാറ്റാൻ ഒട്ടനവധി ടെക്നിക്കുകളുണ്ട്. നമ്മൾ നിരന്തരമായി അത്തരം ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് ആ മടി മാറി കിട്ടും. ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. കാരണം മടി എന്നത് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സുഖകരമായ അവസ്ഥയിൽ ജീവിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതായത് നമ്മൾ മടി പിടിച്ചിരിക്കുക എന്നത്, ഒന്നും ചെയ്യാതിരിക്കുക എന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതാണ് നമ്മുടെ ഇഷ്ടമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഉപബോധ മനസ്സ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മളെ കംഫർട്ടാക്കി നിർത്തുക എന്നതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡ്യൂട്ടി. ഈ മടിയോട് കൂടി നിൽക്കുന്നതാണ് നമുക്ക് കംഫർട്ട് എന്ന് മനസ്സിലാക്കുന്ന, എന്നറിയുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് ധാരാളം കാരണങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തി തരും. അതുകൊണ്ട് അത്തരം പ്രലോഭനങ്ങളിലൊന്നും വഴങ്ങാതെ, അത്തരം കംഫർട്ട് സോണിൽ ജീവിക്കാതെ, നമ്മൾ എടുത്ത തീരുമാനത്തെ, നാം ആഗ്രഹിക്കുന്ന പ്രവർത്തനത്തെ ഏറ്റവും ആദ്യത്തെ നിമിഷത്തിൽ നാം ചെയ്തു തീർക്കുമെന്ന നമ്മുടെ തീരുമാനമാണ് ഈ മടിയെ മാറ്റാൻ ആദ്യമായി സഹായിക്കുന്നത്. ആത്യന്തികമായി നമ്മൾ എടുക്കുന്ന ഒരു മൈൻഡ് സെറ്റും ഒരു തീരുമാനവുമാണ്. ഞാനൊരു തീരുമാനമെടുത്താൽ അത് ഞാൻ നടത്തിയിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ചെയ്തിരിക്കും. അതിന് എന്നെ തടസ്സപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അതിനെ മാറ്റിവെക്കാൻ ഒരു പ്രലോഭനങ്ങൾക്കും അതിന് കഴിയില്ല എന്ന് നാം എടുക്കുന്ന തീരുമാനമാണ് ആദ്യമായി മടി മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത്. പിന്നീട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ചില ടെക്നിക്കുകളുണ്ട്. നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ ഏറ്റവും ചെറിയ ചെറിയ ഘട്ടങ്ങളാക്കിക്കൊണ്ട് നാം മാറ്റുകയും, അതിലെ 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. 2 മിനിറ്റിനകം ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളെ ആ 2 മിനിറ്റിൽ തന്നെ ചെയ്തു തീർക്കുകയും അത് നമ്മുടെ മൊമെന്റത്തെ, നമ്മുടെ അത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആക്കത്തെ അത് സൃഷ്ടിച്ചെടുക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ഘട്ടങ്ങളായി നമ്മുടെ ഗോളിനെ, ലക്ഷ്യത്തെ, നമ്മൾ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയെ തരംതിരിക്കുകയും അത് ഏറ്റവും കൂടുതൽ ഈസിയായി അച്ചീവ് ചെയ്യാൻ കഴിയുന്ന, ഏറ്റവും
ചെറിയ രീതിയിൽ പ്രയാസമില്ലാതെ ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളാക്കി തീർക്കുകയും ഈ 2 മിനിറ്റിൽ ചെയ്യാൻ കഴിയുന്ന 2 മിനിറ്റ് നിയമം എന്ന ഈ നിയമത്തെ അപ്ലൈ ചെയ്തുകൊണ്ട് അത്തരം കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യുകയും അതിലൂടെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം നാം സ്വയം നമ്മളിൽ സൃഷ്ടിക്കുകയും ചെയ്യുക. അതാണ് ഒരു ടെക്നിക്ക്. രണ്ടാമത്തെ ഒരു 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നുണ്ട്. നമുക്ക് മടി തോന്നുന്ന സമയത്ത് നാം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇന്ന് മൂടില്ല, കുറച്ച് കഴിഞ്ഞിട്ടാകട്ടെ, ഇപ്പം ഇനി കുറച്ച് നേരം നമ്മൾ ഈ മൊബൈൽ ഒന്ന് നോക്കാം, അല്ലെങ്കിൽ 2 സെക്കൻഡ് നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം ഒന്ന് പരിശോധിക്കാം, 2 റീൽസ് മാത്രം കണ്ടുകൊണ്ട് നമുക്കത് ചെയ്യാൻ തുടങ്ങാം എന്ന രീതിയിൽ ചിന്തിക്കാതെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ മടി നമ്മളെ പിടികൂടാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ 5, 4, 3, 2, 1 എന്ന് പറഞ്ഞ് ഈ 5 സെക്കൻഡ് സമയത്തിനുള്ളിൽ 1 എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നാം ചാടി എണീറ്റ് ആ പണി, ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തു തുടങ്ങുക. പിന്നീട് നമുക്ക് ആ മടി നമ്മളെ ബാധിക്കില്ല എന്നതാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. പിന്നെ നാം നമ്മളോട് തന്നെ ചോദിക്കുക എന്തുകൊണ്ട് എന്ന്. 5 വൈ ക്വസ്റ്റ്യൻസ് എന്ന ഒരു ടെക്നിക് ഉണ്ട്. 5 കാര്യങ്ങൾ വൈ എന്നത് കൊണ്ട്, എന്തുകൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നു എന്ന അർത്ഥത്തിലുള്ള 5 ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ മടിയുടെ യഥാർത്ഥ കാരണം എന്താണ്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക. അതുപോലെ നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം, അഫർമേഷൻ ചെയ്യാം, നമ്മുടെ മൈൻഡിനെ, സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ടെക്നിക്കുകളും ഒക്കെ ചെയ്യാം. അതോടൊപ്പം നമ്മൾ അതിൻ്റെ എൻഡ് റിസൾട്ട് കാണുക എന്നതാണ്. ഞാനിപ്പോൾ ഈ കാര്യം ചെയ്താൽ ഞാൻ ഇനി എന്നും രാവിലെ എക്സസൈസ് ചെയ്യാൻ പോകാൻ ഉദ്ദേശിക്കുന്നു, അല്ല എങ്കിൽ ഞാൻ ഇന്ന ദിവസം ഇന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും, ഇന്ന ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് തീരുമാനിച്ച ആ സമയത്തു തന്നെ നാം ചെയ്തു തുടങ്ങുകയും നമുക്ക് മടി ബാധിക്കുന്നു എങ്കിൽ ഇത് ചെയ്താൽ എനിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ എന്ന് നാം ഓർത്തെടുക്കുകയും ചെയ്താൽ ആ നിമിഷം നമ്മൾ അറിയാതെ ആ സുഖത്തിലേക്ക്, അതാണ് നമ്മുടെ കംഫർട്ട് സോൺ. ഞാനിത് ചെയ്താൽ എനിക്ക് കിട്ടുന്ന, ഇതിൻ്റെ റിസൾട്ടുകളിൽ നിന്ന് കിട്ടുന്ന ആ അവസ്ഥയാണ്, റിസൾട്ടിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് എൻ്റെ കംഫർട്ട് സോൺ എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മളെ കംഫർട്ടാക്കി വെക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ കാര്യം പൂർത്തീകരിക്കാനുള്ള ഒരു ത്വര, ഒരു പ്രചോദനം നമ്മളിൽ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നാം അപ്പോൾ തന്നെ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയും ഞാൻ നാളെ 8 മണിയാകുമ്പോഴേക്ക് ഇന്നാലിന്ന കാര്യം ചെയ്തിരിക്കുമെന്ന് ഡെഡ് ലൈൻ വെക്കുകയും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് നിൽക്കുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇത് ഇങ്ങനെ തുടരെ ഒരു ഡെയിലി റൊട്ടീനായി, ഒരു ഹാബിറ്റായി മാറുകയും അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, അതാണ് നമുക്ക് സന്തോഷം നൽകുന്നത്, അതാണ് നമ്മുടെ താല്പര്യം എന്ന് മനസ്സിലാക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യം സ്വയം സൃഷ്ടിച്ചെടുക്കുകയും അത് നമ്മളെ സ്വയം പ്രചോദിതമാക്കുകയും മറ്റൊരാൾ പറയാതെ തന്നെ, മറ്റൊരാൾ ഓർമ്മപ്പെടുത്താതെ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു മൈൻഡ് സെറ്റ് നമ്മളിൽ സ്വയം രൂപപ്പെടും. അപ്പോൾ നല്ല ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം കൃത്യമായി ഒഴിവാക്കേണ്ട, ഇപ്പോൾ മൂടില്ല പിന്നീടാകാമെന്ന ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിക്കൊണ്ട് ചെയ്യാനുറച്ച് തീരുമാനിച്ച കാര്യങ്ങളെ അതത് സമയങ്ങളിൽ തന്നെ ചെയ്തു തീർക്കുകയും കമ്മിറ്റ്മെന്റുകളെ കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് നാം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളിൽ ഒരു നല്ല വ്യക്തിത്വം രൂപപ്പെടുകയും ആളുകൾക്കിടയിൽ അവനോട് ഒരു കാര്യം പറഞ്ഞാൽ, അവനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് മടി കൂടാതെ ചെയ്യുന്ന നല്ല ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ അത് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യം മടിയില്ലാതെ, ഒന്നിനെയും മാറ്റിവെക്കാതെ, നാളെ നീളെ എന്ന് പറഞ്ഞതുപോലെ ഒന്നിനെയും നീട്ടിവെക്കാതെ കാര്യങ്ങളെ അതതു സമയത്തു തന്നെ കൃത്യമായി
ചെയ്തു തീർക്കുക എന്നതാണ്. വ്യക്തിത്വ വികാസത്തെ സഹായിക്കുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.